ആധർമ്മേ മധുവൈ കൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डार्दिने निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. ആ ചണ്ടമുണ്ടന്മാരെ വധിച്ചതിന് ശേഷം അവരുടെ ശിരസ്സും ശരീരവും ഒക്കെ ആയിട്ട് കാളി അംബികയുടെ സമീപത്തേക്ക് ചെന്നപ്പോൾ ദേവി കാളിയോട് പറയണതാണ് ഇനി പറയണത്. യസ്മച്ചണ്ടം ചമുണ്ടം ച ഗൃഹീത്വാ മാമുപാഗതാ ചാമുണ്ടേതി തതോ ലോകേ വിഖ്യാതാത്വം ഭവിഷ്യസി. യസ്മാത് യാതൊരു കാരണം കൊണ്ടാണോ ചണ്ടം മുണ്ടം ച ഗൃഹീത്വാ ചണ്ടനെയും മുണ്ടനെയും എടുത്തുകൊണ്ട്, അതായത് അവരുടെ ശവശരീരം എടുത്തുകൊണ്ട് സാരം അവരെ വധിച്ചതിന് ശേഷം അവരെയും കൊണ്ട് ചണ്ടം മുണ്ടം ച ചണ്ടനെയും മുണ്ടനെയും എടുത്തുകൊണ്ട് മാം ഉപാഗത എൻ്റെ സമീപത്തേക്ക് വന്നു. മാം എന്നെ സമീപിച്ചു. കാളി ദേവിയെ സമീപിച്ചു. ചണ്ടമുണ്ടന്മാരുടെ ശരീരവും കൊണ്ട് കാളി അവരെ വധിച്ച് അവരുടെ ശരീരവും കൊണ്ട് ദേവിയുടെ സമീപത്തേക്ക് വന്നു എന്നതുകൊണ്ട് മാം ഉപാഗത തതഃ അതുകൊണ്ട് ചാമുണ്ട ഇതി ലോകേ വിഖ്യാത ഭവിഷ്യസി ത്വം അതുകൊണ്ട് ഭവതി നീ ലോകത്തിൽ ചാമുണ്ട എന്ന് വിഖ്യാതയായി തീരും എന്നാണ്. ചാമുണ്ട എന്ന് പറയുമ്പോൾ അപ്പം ചണ്ട് എന്നുള്ളതിൻ്റെയും മുണ്ടൻ എന്നുള്ളതിൻ്റെയും വന്നൂരോ ഇത്. അപ്പം അങ്ങനെ ചാമുണ്ട എന്നുള്ളതായിട്ടുള്ള പേരിൽ പ്രസിദ്ധയായിട്ട് തീരും എന്നാണ്. ചണ്ടുമുണ്ടന്മാരെ വധിച്ച് കൊണ്ടുവന്നു എന്നതുകൊണ്ട് കാളിക്ക് ചാമുണ്ട എന്നുള്ളതായിട്ടുള്ള പേര് വരും. ആ പേര് പ്രസിദ്ധമായിട്ട് തീരും എന്നാണ്. ചാമുണ്ട ഇതി ചാമുണ്ട എന്ന് ലോകത്തിൽ വിഖ്യാത ഭവിഷ്യസി പ്രസിദ്ധയായിട്ട് തീരും. ചാമുണ്ട എന്നുള്ള പേരിൽ പ്രസിദ്ധയായിട്ട് തീരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഋഷി പറയുകയാണ്, സുരഥ മഹാരാജാവിനോട് സന്യാസി പറയുകയാണ്. ഋഷിരുവാച ചണ്ഡേ ച നിഹതേ ദൈത്യേ മുണ്ഡേ ച വിനിപാതിതേ ബഹുളേഷു ച സൈന്യേഷു ക്ഷപിതേഷു അസുരേശ്വര. ആ അസുരേശ്വരനായിട്ടുള്ള ആ സുംഭൻ പിന്നെ എന്താണ് ചെയ്തത് എന്ന് പറയുകയാണ്. അസുരേശ്വരനായിട്ടുള്ള ആ സുംഭൻ എപ്പോ ചണ്ഡേ നിഹതേ ദൈത്യേ ചണ്ഡേ നിഹതേ ദൈത്യനായിട്ടുള്ള ആ ചണ്ഡൻ വധിക്കപ്പെട്ടപ്പോൾ, അപ്പം ഇങ്ങനെ ചണ്ഡനെ വധിച്ചു കഴിഞ്ഞല്ലോ. ദൈത്യേ ചണ്ഡേ നിഹതേ ദൈത്യനായിട്ടുള്ള ആ ചണ്ഡൻ നിഹതേ വധിക്കപ്പെട്ടപ്പോൾ മുണ്ടേച വിനിപാതിതേ മുണ്ടനും വധിക്കപ്പെട്ടു. വിനിപാതിതേ വീഴ്ത്തപ്പെട്ടു, വധിക്കപ്പെട്ടു എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ. മുണ്ടേച മുണ്ടനും വധിക്കപ്പെട്ടതായ അവസരത്തിൽ ചണ്ടമുണ്ടന്മാരെ ഇപ്രകാരം വധിച്ചു കഴിഞ്ഞപ്പോൾ ബഹുളേഷു ച സൈന്യേഷു ക്ഷപിതേഷു ഇനി അവർ രണ്ടുപേരും മാത്രമല്ല വളരെയധികം സൈന്യങ്ങളും ക്ഷപിതന്മാരായി ഇല്ലാതാക്കി നശിച്ചു എന്നാണ്. ബഹുളേഷു ച സൈന്യേഷു ക്ഷപിതേഷു വളരെയധികം സൈന്യങ്ങളും വധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അസുരേശ്വരനായിട്ടുള്ള ആ സുംഭൻ എന്താണെന്ന് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. തഥ പരാധീന ചേതാ സുംഭ പ്രതാപവൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാമാതിദേശഃ. തതഃ അനന്തരം കോപത്തിന് അധീനനായി തീർന്ന വശംവദനായി തീർന്ന, വല്ലാണ്ട് കോപമൊന്നും എല്ലാവരെയും വധിച്ചു കഴിഞ്ഞപ്പോൾ ചണ്ടമുണ്ടന്മാരെയും കുറേ അധികം സൈന്യങ്ങളെയും ഒക്കെ വധിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത കോപം വന്നു. കോപത്തിന് വശംവദനായിട്ടുള്ള ആ സുംഭൻ സുരേശ്വരനായിട്ടുള്ള സുംഭൻ കോപപരാധീന ചേതാഹ എന്നാണ്. കോപത്തിന് പരാധീനമായിട്ടുള്ള മനസ്സോടുകൂടി ആ മനസ്സിൽ കോപം വന്നു എന്നുള്ളതാണ്. കോപപരാധീന ചേതാഹ സുംഭ പ്രതാപവാൻ കോപം വന്നാൽ പ്രതാപമുണ്ട്, നല്ല പ്രതാപമുണ്ട് സ്വതേ. ആ പ്രതാപവാനായിട്ടുള്ള ആ സുംഭൻ ഉദ്യോഗം സൈന്യാനാം
ദൈത്യാനാം ആദിദേശ സർവസൈന്യാനാം ദൈത്യാനാം സർവസൈന്യാനാം എല്ലാ സൈന്യങ്ങളെയും ആദിദേശ കൽപ്പിച്ചു. എല്ലാ സൈന്യങ്ങളോടും ഉദ്യോഗം ആദിദേശ, അവരുടെയൊക്കെ പുറപ്പാട്, ഉദ്യോഗം വെച്ചാൽ യുദ്ധത്തിന് പുറപ്പാട് എന്നുള്ളതാണ്. യുദ്ധത്തിന് ഒരുങ്ങാനായിട്ട് എല്ലാവരോടും പറയും. എല്ലാ ദൈത്യ ഈശ്വരന്മാരോടും യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളാനായിട്ട് എല്ലാ സൈന്യങ്ങളെയും യുദ്ധത്തിന് ഒരുങ്ങാനായിട്ട് ആജ്ഞാപിച്ചു എന്നാണ്. കോപമൊന്നും വല്ലാതെ കണ്ട് ഇവരൊക്കെ നശിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ കോപം വന്നിട്ട് എല്ലാ ദൈത്യന്മാരുടെ സൈന്യങ്ങളും ഒക്കെ യുദ്ധത്തിനൊരുങ്ങാനായിട്ട് കൽപ്പിച്ചു. ആദിദേശ കൽപ്പിച്ചു. സർവസൈന്യാനാം ദൈത്യാനാം, എല്ലാ സൈന്യങ്ങളുടെയും ദൈത്യന്മാരുടെ സർവസൈന്യങ്ങളുടെയും ഉദ്യോഗത്തിനായിട്ട്, അതായത് യുദ്ധത്തിനുള്ള ഒരുക്കത്തിനായിട്ട് ആദിദേശ കൽപ്പിച്ചു. എന്നുള്ളത് ആദിദേശ അങ്ങനെയാണല്ലോ എന്നുള്ള പ്രസിദ്ധിയർത്ഥത്തിലൊക്കെയാണ്. വലിയ അർത്ഥം ഇല്ലാണ്ടുള്ളതായിട്ടുള്ളൊരു തന്നെയാണത്. ഇനി എന്താണ്? അദ്യ സർവബലൈർദൈത്യ ഷഡശീതിരുദായുധാ കമ്പൂനാം ചതുരശീതിർ നിര്യാന്തു സ്വബലൈർവൃതാഃ. അദ്യ ഇപ്പോൾ തന്നെ സർവബലൈഹി ദൈത്യന്മാർ സർവബലൈഹി എല്ലാ സൈന്യങ്ങളോടും കൂടി, ദൈത്യാഹ എന്ന് വെച്ചാൽ അവിടെയും ദൈത്യന്മാരുടെ ഓരോരോ വംശത്തിൽ ഓരോരോ ഇതിലുള്ളതായിട്ടുള്ള അധിപന്മാരുടെയാണ് പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള ഓരോരോ ദൈത്യന്മാരും അവരവരുടെ കീഴിലുള്ളതായിട്ടുള്ള സർവ്വസൈന്യങ്ങളോടുകൂടി എല്ലാ സൈന്യത്തോടും കൂടി അങ്ങനെ ഷഡശീതിരുദായുധൈഹി, ഇങ്ങനെ ആ ദൈത്യന്മാർ തന്നെ ഷഡശീതി ഉണ്ട് എന്നുള്ളതാണ്. അതായത് 86 ദൈത്യന്മാരുണ്ട്. അശീതി എന്ന് വെച്ചാൽ 80, അല്ല അശീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80, ഷഡശീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 86ആയി. അപ്പോൾ 86 ദൈത്യന്മാരുണ്ട് സൈന്യാധിപന്മാരായിട്ട് തന്നെ. അവരൊക്കെ അവരുടെ സൈന്യങ്ങളെ എല്ലാം കൊണ്ട് ഷഡശീതി 86 ദൈത്യന്മാരും ഉദായുധാഹ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് സർവബലൈഹി അവരുടെ കീഴിലുള്ളതായിട്ടുള്ള എല്ലാ ബലങ്ങളെയും കൊണ്ട് സൈന്യങ്ങളെയും കൊണ്ട് കമ്പൂനാം ചതുരശീതി നിര്യാന്തു സ്വബലൈർവൃതാഹ. കമ്പൂനാം ചതുരശീതി അശീതിർഹി കമ്പൂനാം, കമ്പു എന്നുള്ളതായിട്ടുള്ള ഒരു ദൈത്യവംശം തന്നെയാണ്. അവരുടെ ചതുരശീതി, അശീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 80 തന്നെയാണ്. ചതുരശീതി 84 കൂട്ടര്. അത് കമ്പുക്കള് എന്ന് വെച്ചാൽ അതും ദൈത്യ വിഭാഗം തന്നെയാണ്, അസുര വിഭാഗം തന്നെയാണ് ഈ കമ്പുക്കൾ എന്ന് പറയുന്നത്. അവരും 86 കൂട്ടമുണ്ട്, 86 പേരുണ്ട്. അവരും എല്ലാ സൈന്യങ്ങളെയും കൊണ്ട് പുറപ്പെടണം എന്നാണ്. കമ്പൂനാം ചതുരശീതി നിര്യാന്തു സ്വബലൈർവൃതാഹ, അവരും സ്വബലൈർവൃതാഹ തങ്ങളുടെ ബലങ്ങളോടുകൂടി നിര്യാന്തു പുറത്തേക്ക് പുറപ്പെടത്തേ എന്നാണ്. യുദ്ധത്തിനായിട്ട് പുറത്തുപോവാം എന്നുള്ളതാണ്. എല്ലാവരോടും യുദ്ധത്തിനായിട്ട് ഒരുങ്ങാനായിട്ട് പറഞ്ഞു. അതായത് ദൈത്യന്മാർ കുറേ പേരുണ്ട്, അവരുടെ ബലങ്ങളെ കൊണ്ടുപോകണം. അതുമാതിരി കമ്പുക്കൾ എന്ന് പറഞ്ഞാൽ അവരും ദൈത്യന്മാർ തന്നെയാണ്. അവരും 86 പേരുണ്ട്. അവരും അവരുടെ സൈന്യങ്ങളെയൊക്കെ കൊണ്ട് പുറപ്പെടണം എന്നാണ്. ഇനി കോട്ടവീയാനി പഞ്ചാശതസുരാണം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണം നിർഗച്ഛന്തു മമാജ്ഞയാ. കോട്ടവീയന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടവി എന്നുള്ളതായിട്ടുള്ള ഒരു അസുര സ്ത്രീയുടെ വംശപരമ്പര ആണ് കോട്ടവീയാനി എന്ന് പറയുന്നത്. കോട്ടവിയുടേതായിട്ടുള്ള കോട്ടവി എന്നുള്ളതായിട്ടുള്ള അസുരമാതാവിൻ്റെ വംശപരമ്പര ആണ്. അങ്ങനെയുള്ളതായിട്ടുള്ള അവർ 50 അവർ 50 പേരുണ്ട്. 50 പേരുണ്ട് കോട്ടവീയന്മാർ. അവരും അസുരാണാം കുലാനിച്ച, അതായത് അസുരന്മാരുടെ കുലങ്ങൾ തന്നെയുണ്ട്. അങ്ങനെ ആ കോട്ടവീയന്മാരെന്ന് പറഞ്ഞാൽ 50 കുലങ്ങൾ അവർ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ശതം കുലാനി ധൂമ്രാണാം, ധൂമ്രന്മാർ എന്നുള്ളത് അതും അതുവരെ ധൂമ്ര എന്നുള്ളതായിട്ടുള്ള അസുര സ്ത്രീയുടെ വംശം ആണ് ധൂമ്രന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ശതം കുലാനി ധൂമ്രാണാം, ധൂമ്രന്മാരുടെ 100 ശതമല്ലേ 100 കുലങ്ങൾ. അങ്ങനെ അവരുടെ 100 കുലങ്ങൾ അവരും എല്ലാം തന്നെ നിർഗച്ഛന്തു മമാജ്ഞയ, എൻ്റെ ആജ്ഞ അനുസരിച്ച് എല്ലാവരും യുദ്ധത്തിനായിട്ട് പുറപ്പെടണം എന്നാണ്. എല്ലാവരും ഇവരൊക്കെ ഓരോരോ കുലങ്ങളാണ്. ദൈത്യന്മാരുടെ ഇടയിൽ തന്നെ ഉള്ളതായിട്ടുള്ള ഓരോരോ കുലങ്ങളാണ്. അവരൊക്കെ
യുദ്ധത്തിനായിട്ട് അവരവരുടെ കീഴിലുള്ളതായിട്ടുള്ള സൈന്യങ്ങളോടുകൂടി യുദ്ധത്തിന് പുറപ്പെടണം എന്നാണ് ആജ്ഞാപിച്ചത് എന്നാണ് ശുംഭൻ്റെ ആജ്ഞയാണത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.